everyone, welcome back to my channel IV Vlog. This is Dr. Shilpa Prem Kumar. Usually നമ്മൾ നാട്ടിൽ വരുമ്പോൾ മിക്കപ്പോഴും വയനാടാണ് പോവാറ്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു. വയലടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വയലട വ്യൂ പോയിന്റ് റിസോർട്ട്. ഇതിന്റെ മെയിൻ കാരണം ഇതിന്റെ ഡിസ്റ്റൻസ് തന്നെയാണ്. നമ്മൾ കോഴിക്കോട് ടൗണിൽ നിന്ന് വെറും 38 കിലോമീറ്റർ ഈ ഒരു റിസോർട്ടിലേക്കുള്ളൂ. ഇവിടെ രണ്ട് ടൈപ്പ് റൂമുകളാണുള്ളത്. വൺ ഇസ് സ്കൈ വില്ല. സ്കൈ വില്ലയാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. സ്കൈ വില്ല ടോപ്പ് ഫ്ലോർ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ അടിയിലാണ് പൂൾ വില്ല. നമുക്ക് ആദ്യം സ്കൈ വില്ല കാണാം. അപ്പോൾ ഇതാണ് സ്കൈ വില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് റൂം ഉണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ലൈറ്റിങ്ങും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു വൈബുണ്ട്. ഇതാണ് ബെഡ്റൂം. ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് എന്ന് പറഞ്ഞാൽ പറ്റില്ല, അതിനെക്കാട്ടും വലിയൊരു ബെഡാണുള്ളത്. സുഖമായിട്ട് 3-4 പേർക്ക് കിടക്കാം. റൂമിന് അറ്റാച്ച് ആയിട്ടൊരു ബാത്റൂം വരുന്നുണ്ട്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ബാത്റൂമാണ്. ഹീറ്റർ ഉണ്ട്. ഈ സ്കൈ വില്ലേൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എനിക്ക് തോന്നിയത് ഔട്ട്സൈഡ് വ്യൂ ആണ്. ഇവിടെ നമുക്ക് വ്യൂ ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുതന്നെയാണ് ഈ ഒരു വില്ലേൻ്റെ മെയിൻ അട്രാക്ഷൻ. ചുറ്റുപാടൊക്കെ നന്നായി കാണാം. ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് അപ്പുറത്തെ റൂമിലത്തെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും, അവരെന്താ അവിടെ ചെയ്യുന്നതെന്നൊക്കെ കാണാൻ പറ്റും. പ്രൈവസി കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിട്ടോ. എന്നാലും ഓക്കെയാണ്. മൈൻഡ് യുവർ ഓൺ ബിസിനസ് ആണെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല. ഇതാണ് വ്യൂ. അധികം തണുപ്പൊന്നുമില്ല. ഓക്കെ ക്ലൈമറ്റാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ചെറിയൊരു മഴയൊക്കെ കിട്ടി, അതിൻ്റെ ഒരു തണുപ്പേ ഉള്ളൂ. വയനാട് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി വയനാട് തന്നെയാണ് കൂടുതൽ തണുപ്പ്. ഇവിടെ അത്ര തണുപ്പില്ല കേട്ടോ. സ്കൈ വില്ലേൻ്റെ തൊട്ട് താഴെയാണ് പൂൾ വില്ല വരുന്നത്. ഇവർക്ക് ടോട്ടൽ 8 കോട്ടേജസ് ആണുള്ളത്. മുകളിൽ സ്കൈ വില്ല, താഴെ പൂൾ വില്ല. ഇത് സെയിം രീതിയിലാണുള്ളത്. നമ്മൾ പൂൾ വില്ലേൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. നമ്മൾ മുകളിൽ കണ്ട പോലെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ലിവിങ് റൂമൊക്കെ സിമിലർ ആയി തോന്നുന്നില്ലേ. ബെഡ്റൂമും സെയിം തന്നെയാണ്, സെയിം സൈസ് ബെഡൊക്കെയാണ്. ഇതാണ് ബെഡ്റൂം. സീലിംഗ് ഒക്കെ കുറച്ചും കൂടി അടിപൊളിയാണ്. അതേപോലെ തന്നെ ബാത്റൂമുണ്ട്. നമ്മൾ മുകളിൽ കണ്ട സെയിം തന്നെ അല്ലേ, സെയിം ടൈപ്പാണ്. ഇനി കാണാൻ പോകുന്നതാണ് പൂൾ വില്ലിൻ്റെ മെയിൻ അട്രാക്ഷൻ, ദ പ്രൈവറ്റ് പൂൾ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്രൈവറ്റ് പൂൾ തന്നെയാണ്. നമ്മളെല്ലാവരും കുറേ നേരം ഈ ഒരു പ്രൈവറ്റ് പൂളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ടൈമൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, പ്രൈവസി ഉണ്ട്. പക്ഷെ ആകെയുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ കോട്ടേജിലേക്കും അങ്ങനെ ഒരു പാർട്ടിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓപ്പൺ ആണ്. മറവുണ്ട്, പക്ഷെ എന്നാലും വേണമെങ്കിൽ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അപ്പുറത്തെ കോട്ടേജിലേക്ക് പോകാൻ പറ്റും. ആരും അങ്ങനെ വന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. രാത്രി നമ്മൾ ഡിന്നർ ഇവിടെ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. പ്രീ ഓർഡർ ചെയ്തിട്ട് അവർ നമുക്ക് മുകളിൽ കൊണ്ടു തന്നു സ്കൈ വില്ലയിൽ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിരുന്നു, വിച്ച് വാസ് ഇൻക്ലൂഡ് ഇൻ ദ പാക്കേജ്. ബ്രേക്ക്ഫാസ്റ്റ് വൈഡ് സ്പ്രെഡ് ബൊഫെ ഒന്നും അല്ലെങ്കിലും ഉള്ള സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ബ്രെഡ് ആൻഡ് ജാം, എഗ്ഗ്, പുട്ട്, കടല, പഴം, പൂരി ഭാജി, ടീ, കോഫി, ഇത്രയായിരുന്നു ഐറ്റംസ്. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ മെയിൻ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, റേറ്റ്. അതാണല്ലോ നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവാം. സ്കൈ വ്യൂവിന് വരുന്നത് 7,000 റുപ്പീസ് ആൻഡ് പൂൾ വില്ലയ്ക്ക് വരുന്നത് 9,000 റുപ്പീസ്. ഈ റേറ്റിന് വേർത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പോലെയാണ് ഉണ്ടാവുക. 1 ടൈം സ്റ്റേക്കൊക്കെ ഇത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി. റൂമൊക്കെ അങ്ങനെ വലിയ സ്പേഷ്യസ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു പൂൾ വില്ല തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫാക്ടർ, പ്രൈവറ്റ് പൂൾ ഉള്ളതുകൊണ്ട്. അധികം ട്രാവൽ ചെയ്യേണ്ട, വയനാടൊന്നും പോകണ്ട എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റിസോർട്ട് ട്രൈ ചെയ്യാം. ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. മൾട്ടി ദെൻ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.